നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ ആവേശം വിതറി MP രാജേഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിക്കുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് MP രാജേഷ്. ഓരോ പഞ്ചായത്തുകളിലുമുള്ള നിശ്ചയിക്കപ്പെട്ട സ്വീകരണ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി വോട്ടർമാരോട് സംവദിച്ചും വോട്ടഭ്യർത്ഥിച്ചുമാണ് പ്രചരണം മുന്നേറുന്നത്. രാവിലെ 8:30 ആരംഭിക്കുന്ന പര്യടനം വൈകിട്ട് 6:30 വരെ നീളുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രദേശത്തെ വികസന തുടർച്ചകളും രാഷ്ട്രീയ സാഹചര്യവും ചർച്ചയാക്കി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കി ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും യാത്ര തുടരുന്ന MP രാജേഷ് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും നേരിട്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. സിത്താര കൃഷ്ണകുമാറിന്റെ പാട്ടുകാരി അറിയില്ല, സിത്താര ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചാലിശ്ശേരിക്കാർക്ക് വലിയ അഭിമാനം ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അവർ പറഞ്ഞു, ഞാൻ ഒരുപാട് സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ചാലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കൂട്ടം എന്നെ അമ്പരപ്പിച്ചു എന്നാണ്. കടല് പോലെ കിടക്കുന്ന ആൾക്കൂട്ടായിരുന്നു. ഇവിടെ വന്ന് പാട്ടുപാടി പോയപ്പോൾ സിത്താരയും ഹാപ്പിയായി. വെറുതെ അല്ല നമ്മൾ പറയുന്നത് തൃത്താല ഹാപ്പിയാണ് എന്ന്. തൃത്താല ഹാപ്പിയാണ്, തൃത്താലയിൽ വന്നു പോകുന്നവരും ഹാപ്പിയാണ്. തൃത്താലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി VT ബൽറാമിന്റെ ഗൃഹസന്ദർശനവും സ്ഥാനാർത്ഥി പര്യടനവും. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വല സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾ. തിങ്കളാഴ്ച രാവിലെ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ മാട്ടായി സെന്ററിൽ നിന്നാണ് ഔദ്യോഗിക പര്യടന പരിപാടികൾ ആരംഭിച്ചത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകരും വോട്ടർമാരും സ്വീകരിച്ചു. ഓരോ കേന്ദ്രങ്ങളിലും വോട്ടർമാരോട് സംവദിച്ചും UDFന്റെ വികസന കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചും മുന്നേറിയ പര്യടനം വൈകുന്നേരം 5:30 സൗത്ത് തൃത്താലയിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു. തൃത്താലയുടെ വികസനത്തിനും ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾക്കും VT ബൽറാമിനെ വിജയിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത നേതാക്കൾ യോഗങ്ങളിൽ ചൂണ്ടിക്കാട്ടി. വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലമായ പ്രചരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാകാനാണ് UDFന്റെ തീരുമാനം. ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ PhD എടുത്തവർക്ക് LKGയിൽ പഠിക്കുന്നവർ ക്ലാസ് എടുക്കേണ്ടതില്ലെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറഞ്ഞു. കൂറ്റനാട് നടന്ന തൃത്താല മണ്ഡലം SDPI തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SDPI മത്സരിച്ചാൽ BJP ജയിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നവർ മോദിയും അമിത്ഷായും ഇരിക്കുന്ന പാർലമെന്റിലേക്ക് പോകാൻ പോലും മടിക്കുന്നവരാണ്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഫാസിസത്തിനെതിരെ തെരുവുകളിൽ നിരന്തരം സമരം ചെയ്യുന്നവരും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരുമാണ് SDPI എന്ന കാര്യം മറക്കരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറം, സംസ്ഥാന സമിതി അംഗം ഹുസൈർ എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഇസ്മായിൽ TK സ്വാഗതവും ട്രഷറർ ഹനീഫ ചാലിപ്പുറം നന്ദിയും പറഞ്ഞു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. ശക്തി കേന്ദ്രമൊന്നുമല്ല, പക്ഷെ തമിഴ്നാട്ടില് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി CPM-കാരന് മുസ്ലിം ലീഗുകാരന് അത് വർഗീയ പാർട്ടിയല്ല, മറിച്ച് മതേതര പാർട്ടിയാണ്. പുരോഗമന സഖ്യത്തിൽ ചേർക്കാൻ പറ്റിയ പാർട്ടിയാണ്. ഒരേ സമയത്ത് ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താൻ പറ്റുന്ന പാർട്ടിയാണ് തമിഴ്നാട്. അതിനേക്കാൾ BJP സ്ട്രോങ് ആയിട്ടുള്ള മധ്യപ്രദേശിൽ കോൺഗ്രസ് SDPI-യുമായി ചേർന്ന് ചില മുനിസിപ്പാലിറ്റികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, രാജസ്ഥാനിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തില് നമ്മളെങ്ങനെ തട്ടിക്കളിക്കുക? ഈ വർഷത്തെ SSLC പരീക്ഷകൾ അവസാനിച്ചു. കേരളത്തിൽ 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 2 പൂർത്തിയാകും. ബയോളജിയായിരുന്നു അവസാന പരീക്ഷ. ഒരു വിഷയവും കടുകട്ടിയായിരുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഇനി ഭാവി നിർണ്ണയിക്കുന്ന ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ്. തിരഞ്ഞെടുപ്പ് വന്നതോടെയാണ് പരീക്ഷാ മൂല്യനിർണ്ണയവും അല്പം നീളുന്നത്. പരീക്ഷാ ഹാളുകളിൽ നിന്നും ചിരിച്ചും കരഞ്ഞും പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥികളുടെ വൈകാരികമായ കാഴ്ചകളായിരുന്നു സ്കൂളുകളിൽ ദൃശ്യമായത്. ചായങ്ങൾ വാരി വിതറിയും യൂണിഫോമിൽ ഓട്ടോഗ്രാഫ് കുറിച്ചുമെല്ലാം കൂട്ടുകാർ പരസ്പരം വിട പറഞ്ഞു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ പരീക്ഷകൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടയ്ക്കും.
ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. ഇതോടെ ആഘോഷങ്ങളുടെ അവധിക്കാലത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കുട്ടിക്കൂട്ടം. പട്ടാമ്പി വള്ളൂർ ഗുരുതിയൻകാവിലെ പൂരം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് അണ്ടലാടി കിരാതമൂർത്തി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിവിധ ഉപാഘോഷ കമ്മിറ്റികളുടെ ആഘോഷവരവും നടന്നു. പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി നടന്ന നഗരപ്രദക്ഷിണ ഘോഷയാത്രയിൽ 40-ൽ പരം കരിവീരന്മാർ അണിനിരന്നു. വൈകുന്നേരത്തോടെയാണ് ഘോഷയാത്ര തുടങ്ങിയത്. പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ചയുടെ മർമ്മപ്രധാനമായ നഗരപ്രദക്ഷിണ ഘോഷയാത്ര കഴിഞ്ഞ ദിവസം 6 മണിയോടെയാണ് ആരംഭിച്ചത്. 50-ൽ പരം ഉപാഘോഷ കമ്മിറ്റികളായിരുന്നു നഗരപ്രദക്ഷിണ ഘോഷയാത്രയിൽ അണിനിരുന്നത്. മുൻനിരയിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പൗരപ്രമുഖരും അണിനിരന്നു. തുടർന്നായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചത്.
40-ൽ പരം ഗജവീരന്മാരും താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. രാത്രി വൈകിയും പരിപാടികൾ തുടർന്നു. പട്ടാമ്പിയിൽ നേർച്ചയാഘോഷത്തിരക്കിന് പിന്നാലെ ശുചീകരണ യജ്ഞം. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളാണ് പുലർച്ചെയുണ്ടായ മഴയെ അവഗണിച്ച് ടൗണിൽ ശുചീകരണ യജ്ഞം നടപ്പാക്കിയത്. 112ാമത് പട്ടാമ്പി ദേശോത്സവത്തിന്റെ ആവേശാരവങ്ങൾ അടങ്ങുമ്പോഴേക്കും നഗരത്തെ പുത്തൻ ഉണർവിലേക്ക് നയിച്ച് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ. ഉത്സവത്തിന് പിന്നാലെ നഗരത്തിൽ അടിഞ്ഞുകൂടിയ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് പുലർച്ചെ മുതൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. വേനൽ മഴയെ അവഗണിച്ചായിരുന്നു ശുചീകരണ തൊഴിലാളികൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൻ എസ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ ദൗത്യം ആരംഭിച്ചത്. രാവിലെ ആവുന്നതിന് മുമ്പ് തന്നെ നഗരത്തെ പൂർവ്വസ്ഥിതിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പ്രവർത്തനങ്ങൾ. ഹരിതകർമ്മസേന അംഗങ്ങൾ, നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരുത്തോല വാഴ്വ് എന്നിവയുണ്ടായി. പൊന്ന്, വെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹ ശുശ്രൂഷകൾ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീഭാവണക്കവും നടത്തി. കടുമാങ്ങയും കഞ്ഞി നേർച്ചയും ഉണ്ടായി. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് മധ്യാഹ്ന നമസ്കാരവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. രാത്രിയോഗങ്ങളിൽ ഫാദർ ഷിബിൻ പോൾ, ഫാദർ ഡിൽജോ എലിയാസ് എന്നിവർ വചനപ്രഘോഷണം നടത്തും. പെസഹ വ്യാഴം രാവിലെ 6-ന് കുർബാന, ഉച്ചയ്ക്ക് 2:30-ന് പെസഹ ഊട്ടും നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9-ന് യാമപ്രാർത്ഥനകൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് കുർബാന, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയിർപ്പ് ശുശ്രൂഷകൾ എന്നിവ നടക്കും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും.
പരുതൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ 105-ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പട്ടാമ്പി BPC VP മനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 105-ാം വാർഷികാഘോഷവും സർവീസിന് വിരമിക്കുന്ന P. ജലജ ടീച്ചർക്കുള്ള യാത്രയയപ്പുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. രാവിലെ നടന്ന സുഹൃത്ത് സംഗമം പ്രശസ്ത ഗസൽ ഗായകൻ C. പ്രിയദർശനൻ ഉദ്ഘാടനം ചെയ്തു. GV രവി മോഡറേറ്ററായിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വരെ സുഖമുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക, നല്ല വാർത്തകൾ എന്നും എപ്പോഴും നമ്മുടെ കാതുകളെ തേടി വരിക, ചുറ്റുപാടുമുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ കഴിയുക, നമ്മളെക്കുറിച്ചും നല്ലത് കേൾക്കാൻ കഴിയുക എന്നതുപോലെ ഇതൊക്കെ മനുഷ്യർ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നാം ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ചും അടുപ്പമുള്ളവരെക്കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ജലജ ടീച്ചറുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ അങ്ങ് ദൂരെ മറ്റൊരു ഭൂപ്രദേശത്ത് മനുഷ്യരിങ്ങനെ ഒന്നിച്ച് കൂടിയിരിക്കാൻ കഴിയാതെ ആൾക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ അകന്ന്, കുട്ടികളാണെങ്കിൽ ഒരു വിമാനത്തിൻ്റെ ഒരു എരമ്പൽ ശബ്ദം കേട്ടാൽ മുറ്റത്ത് നിന്ന് അകത്തേക്ക് അകത്തളങ്ങളിലേക്ക് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ചയുടെ ഭീകരമായൊരു അന്തരീക്ഷത്തിലാണ്, സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു യാത്രയയപ്പുമായി കൂടിയിരിക്കുന്നത്. വൈകിട്ട് നടന്ന യാത്രയയപ്പ് സമ്മേളനം BPC VP മനോജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PP ഫൈസൽ അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക പ്രഭാഷകൻ V. രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ MTA പ്രസിഡന്റ് രേവതി മധു ഫോട്ടോ അനാച്ഛാദനവും SMC ചെയർമാൻ K. പ്രതീഷ് ചന്ദ്രൻ ഉപഹാര സമർപ്പണവും നടത്തി. അഖിലേന്ത്യാ ഫാൻസി അസീൽ ഷോ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ MK ദിനേശിനെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാനാധ്യാപിക C. സിന്ധുമോൾ, VP അനീഷ്, T. ശാന്തകുമാരി, P. രാമചന്ദ്രൻ, EP കുഞ്ഞൻ, P. ശ്രീബാല, K. നിത്യ, O. ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരുപാട് പ്രതികൾ വിൽക്കപ്പെട്ട് വായിക്കപ്പെട്ട ഡോക്ടർ യുവാൽ നോവാ ഹരാരി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അതിപ്രശസ്തമായ ഒരു പുസ്തകമാണ് സാപ്പിയൻസ് എന്ന്. മനുഷ്യരാശിയുടെ ചരിത്രം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഹോമോസാപ്പിയൻസ് എന്ന ജീവിവർഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത്. വിരമിക്കുന്ന അധ്യാപിക P. ജലജ മറുപടി പ്രസംഗവും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്, നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്രവിടത്തി കളിയാടും കലയുടെ ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.